ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയെ ചതിച്ച വേറെ ഏതെങ്കിലും സ്ത്രീയില് അച്ഛനുണ്ടായ മോളാണോ രാധിക? മോളെ മോള് താൻ പേടിക്കണ്ട, എല്ലാം മംഗളമായിട്ട് തന്നെ അവസാനിക്കും. ഒന്ന് നേരെ ഇട്. ഊരിങ്ങോട്ട്. ഈ പെണ്ണിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണമെങ്കിൽ നേരെ ഇട്. മതിയോ? മതി മതി. വിളിച്ചോ വിളിച്ചോ. നേരെ നിക്കണേ, ഞാൻ വിളിക്കാൻ പോവാണേ. ശരി. അയ്യോ, ഓടി വരണേ മോളെ. അയ്യോ മോളെ, യശോദേ, ദേവാ, ഇറങ്ങും മോളെ. മുത്തശ്ശി വേണ്ട, വിളിക്കടി അങ്ങോട്ട്. എനിക്കിനി ജീവിക്കണ്ട. എനിക്കിനി ജീവിക്കണ്ട. അയ്യോ ജീവിക്കൂല, ഞാൻ ചാവാൻ പോവാ. ഞാനിപ്പോ ചാവും. എന്നെ വിട്. എനിക്ക് ജീവിക്കണ്ട. ചിന്ത വരാതെ വിളിക്കാൻ. ഞാൻ ചാവാൻ പോവാ. മോളെ മോളെ, എന്റെ മോളെ. മോളെ പ്രിയങ്കേ, ആരും എന്നെ തടയരുത്. മോളെ ആരും എന്നെ തൊടരുത്. എന്റെ അടുത്തേക്ക് പോലും വരരുത്. മോളെ ആരും എന്നെ തടയരുത്. മോളെ അടുത്തേക്ക് വരരുത്. അച്ഛന് സ്വന്തം മോളുടെ ആഗ്രഹം നടത്തി തരാനല്ലോ, വലിയ കയറി വന്ന് ഒരുത്തിയുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാനല്ലേ താല്പര്യം. മോളെ നീ ആദ്യം താഴെ ഇറങ്ങ്. മോളെ, അച്ഛൻ എടുക്കുന്ന തീരുമാനത്തിന്റെ വേദന ഞാൻ എടുക്കുന്ന പോലെ അച്ഛനും എടുക്കണം. അതിന് ഞാൻ ഇല്ലാതാവാ വേണ്ടത്. മോളെ മോളെ പറയുന്ന കേക്ക്. വേണ്ട, ഞാൻ നിങ്ങളുടെ മുന്നിൽ കിടന്ന് ചാവും. എന്താ കാണിക്കുന്നത്? ദേവാ, ഇവിടെ നടന്നതിനെല്ലാം കാരണം നീയാ. നിന്റെ ആർത്തി, വേഷം കെട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. സ്വന്തം വിവാഹ മണ്ഡപത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോ നിനക്ക് അറിഞ്ഞൂടായിരുന്നോ ഒരു പാവം പെണ്ണിനെ നീ കൂടി ചേർന്ന് ബലിയാടാക്കാന്ന്? എന്നിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനെ അയാൾ സമ്പന്നനായതുകൊണ്ടും സുന്ദരനായതുകൊണ്ടും മാത്രം നിനക്ക് വേണമല്ലേ? ഇനി എന്റെ രാധിക മോളെ ദ്രോഹിക്കാനോ അവളുടെ ജീവിതം തട്ടിപ്പറിക്കാനോ ശ്രമിച്ചാലുണ്ടല്ലോ, എന്തെയും നിങ്ങൾ എന്ത് ചെയ്യുമെന്നാ ചോദിച്ചേ? പ്രിയങ്കേ, മിണ്ടി പോവരുത്. ഇങ്ങോട്ട് നോക്ക്. ഞാനാണോ അച്ഛന്റെ മകൾ, അതോ അവളാണോ? പറയച്ചാ. ഞാനാണോ രാധികയാണോ അച്ഛന്റെ യഥാർത്ഥ മകളെന്ന്? രാധിക എന്ത് ചെയ്താലും ശരി, രാധികയ്ക്ക് കുറ്റങ്ങളൊന്നുമില്ല. അവൾ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് താമസിച്ചാലും, എന്റെ ഭർത്താവിന്റെ സ്വപ്നം കണ്ടാലും, എന്റെ ഭർത്താവിന്റെ കിടപ്പ് മുറിയിൽ ഒപ്പം വന്ന് കിടന്നാലും ഞാനൊന്നും പറയാൻ പാടില്ല. അവൾ അനാഥയല്ലേ? നിങ്ങൾക്ക് പെരുവഴിന്ന് കിട്ടിയതല്ലേ?
അവളെ എങ്ങനെ രക്തബന്ധം വിശേഷിപ്പിക്കുന്നേ? പറഞ്ഞു താ എനിക്ക്. അതോ അവളുടെ ശരിക്കുള്ള അച്ഛൻ നിങ്ങൾ തന്നെയാണോ? പ്രിയങ്കേ, അച്ഛനോടാ നീ സംസാരിക്കുന്നേ? എനിക്കറിയാം അമ്മേ. ഞങ്ങൾ എന്തോ മഹാരഹസ്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കുറെ നേരമല്ലോ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു. ദേവനാരായണൻ തിരുമേനിയുടെ മനസ്സിൽ ഒളിപ്പിച്ച രഹസ്യങ്ങൾ വല്ലതും ഉണ്ടോ? രാധിക അച്ഛന്റെ മോള് തന്നെയാണോ? അമ്മയെ ചതിച്ച വേറെ ഏതെങ്കിലും സ്ത്രീയില് അച്ഛനുണ്ടായ മോളാണോ രാധിക? മോളെ മോള് വേറെ ഏതെങ്കിലും സ്ത്രീയില് അച്ഛന് ജനിച്ചവളാണോ രാധിക എന്നാണ് ഞാൻ ചോദിച്ചേ. എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ അച്ഛൻ തോൽപ്പിക്കില്ലായിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവളെ പ്രസവിച്ച അമ്മ ഏതാണെന്നും കൂടി പറ. ആ രഹസ്യബന്ധത്തിന്റെ ബാക്കി കൂടി അറിയട്ടെ നാട്ടുകാര്. അയ്യോ ദേവ, അയ്യോ ദേവേട്ടാ, ദേവ, ദേവേട്ടാ, എന്താ എന്ത് പറ്റി ദേവേട്ടാ? വെള്ളം എടുക്കയ്യോ ദേവേട്ടാ, ദേവ, ദേവേട്ടാ, അയ്യോ എന്റെ മോള് പറഞ്ഞു. എന്റെ മോള് ദേവേട്ടാ, എന്താ ദേവേട്ടാ, ദേവേട്ടാ, അച്ഛാ, 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 ദേവേട്ടാ, ദേവ, ദേവ, അച്ഛാ, മോനെ, ദേവ, ദേവ, അച്ഛാ, മോനെ, അച്ഛാ, ദേവ, അച്ഛാ, അച്ഛാ, എഴുന്നേൽക്ക്, അച്ഛാ, ദേവ, അച്ഛാ, മോനെ, യേശുവേ.